الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമ്മളെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ്. അതിൽ അവസാനത്തെ ദറസിൽ നമ്മൾ സൂചിപ്പിച്ചത് റസൂലിനെ വഹി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയും പിന്നീട് കുറച്ചു കാലം വഹി ഇറങ്ങാതിരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിനാണ് ഫുതൂറുൽ വഹി എന്ന് പറയുന്നത്, അഥവാ വഹി നിലച്ച സമയം. അത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഥവാ വഹി ഇറങ്ങാൻ കുറച്ച് സമയമെടുത്തതിന് പിന്നിലുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയപ്പാട് നീങ്ങിപ്പോകാനായിരുന്നു. അഥവാ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റസൂലിന് പെട്ടെന്ന് വഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടുന്ന് ഇഖ്റ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. അത് കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയപ്പാടായിരുന്നു. അത് നീങ്ങിപ്പോകാനായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അവിടുത്തെ മനസ്സ് ഇനിയും വഹിയും അല്ലെങ്കിൽ വഹി ഇറങ്ങാനും അത് ആഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വഹി ഇറങ്ങാൻ വേണ്ടി റസൂൽ എന്താണ് ചെയ്യാറുള്ളത്? വീണ്ടും ഹിറാ ഗുഹയിലേക്ക് അവിടെ ഒറ്റയ്ക്കിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിച്ചു. അഥവാ വഹി ആദ്യം ഇറങ്ങി പിന്നീട് വഹി വരുന്നില്ല, ഇനിയും വരാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറായിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ, അഥവാ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. ആകാശത്ത് നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശബ്ദം കേൾക്കുകയും ആ കേട്ട ഭാഗത്തേക്ക്, അഥവാ ആകാശത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് ആ രൂപത്തിൽ കാണുകയാണ്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കാണുകയാണ്. അഥവാ വളരെ വലിയ രൂപത്തിൽ. ജിബ്രീലിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഹദീസുകളിൽ വന്നതായി കാണാം, ജിബ്രീലിന് 600ഓളം ചിറകുകളുണ്ട് എന്നാണ്. 600ഓളം ചിറകുകൾ ഉണ്ട് എന്നാണ്. അതിൽ ഒരു ചിറക്, 600ഓളമല്ല, മറിച്ച് ഒരു ചിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാളം മൂടാൻ മാത്രം വലിപ്പമുള്ളതാണ്. എന്താണ് ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആകാശമുണ്ടല്ലോ, അതിനാണ് ചക്രവാളം എന്ന് പറയുക. അഥവാ ആ കടലിൻ്റെ മുകളിലുള്ള ആകാശം, അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം എത്രയാണോ അതിനാണ് ചക്രവാളം എന്ന് പറയുക. അത് മൂടാൻ പാകത്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ചിറക്. അപ്പോൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വലിപ്പം. മാത്രമല്ല, ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഒരു മുസ്ലിം വെറുതെ പറയുന്നതല്ല അല്ലാഹു അക്ബർ എന്നുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും വലിപ്പമുള്ളവനാണ് എന്നുള്ളതാണ്. നമുക്കറിയാം അർശ് വഹിക്കുന്ന മലായികത്തുകളുടെ വലിപ്പം.
അതിൻ്റെ ഒരു പിരടി മുതൽ മറ്റേ പിരടി വരെ വർഷങ്ങളോളം ഒരു യാത്രക്കാരൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും ദൂരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള തൗഫീഖ് നാളെ ജന്നാത്തിൽ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ സൃഷ്ടിപ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇത് കണ്ടപ്പോൾ എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഭയപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. കാരണം ആലോചിച്ച് നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലാണ് കാണുന്നത്. പേടിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ദസ്സിറൂനി. എന്താണ് ദസ്സിറൂനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുതപ്പ് കൊണ്ട് പുതച്ച് മൂടണം, അഥവാ ഭയം കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ദസ്സിറൂനി, എന്നെ പുതച്ച് മൂടണം. വസബ്ബു അലയ്യ മാഅൻ ബാരിദ, എനിക്കുമേൽ തണുത്ത വെള്ളം കൊണ്ടുവന്നൊഴിക്കണം എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂൽ അവിടുന്ന് വളരെ ശക്തമായി ഭയപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കെന്താണ് അവിടെ നിന്ന്? ദസ്സിറൂനി എന്നാണ്, അഥവാ പുതച്ചു മൂടുക എന്നുള്ളത്. ഇങ്ങനെ പുതച്ചു മൂടി കിടക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്ത് അവതരിക്കുന്നത്. ഏതാണ് ആയത്ത്? ഏതാ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ ഇറങ്ങുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകളുടെ അർത്ഥം? യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഖും, നീ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കാലം അല്ലെങ്കിൽ 23 വർഷക്കാലം അവിടുന്ന് അള്ളാഹുവിന്റെ കൽപ്പന മുറപ്രകാരം ചെയ്ത കാര്യം. ഖും, എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്? ഫഅൻദിർ, നീ എന്ത് ചെയ്യുക? താക്കീത് നൽകുക. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീ താക്കീത് നൽകുക. വറബ്ബക ഫകബ്ബിർ, എന്താണ്? നീ നിന്റെ റബ്ബിനെ തക്ബീർ ചൊല്ലുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വറബ്ബിക ഫവഹിദ്, നീ എന്ത് ചെയ്യുക? നിന്റെ റബ്ബിനെ ഏകനാക്കുക. വസിയാബക ഫതഹ്ഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക. അഥവാ നിന്റെ ഹൃദയത്തെ ശിർക്കിൽ നിന്നും അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നീ വൃത്തിയാക്കുക എന്ന് പണ്ഡിതന്മാർ അതിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. അഥവാ തഹിർ മിന ശിർക്ക്, നീ എന്ത് ചെയ്യുക? ശിർക്കിൽ നിന്നും നിന്റെ ഹൃദയത്തെ വൃത്തിയാക്കുക. അതുപോലെ തന്നെ വറുജ്സ ഫഹ്ജുർ, എന്താണ് അതിന്റെ അർത്ഥം? വാക്കർത്ഥം മ്ലേച്ഛതകൾ ഒഴിവാക്കുക എന്നതാണ്. പക്ഷെ അവിടെ പ്രധാന അർത്ഥം എന്താണ്? വിഗ്രഹങ്ങളെ നീ ഉപേക്ഷിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഒന്നാമതായി ഇറങ്ങിയ ആദ്യ വാചകങ്ങളിൽ പറയുന്ന കാര്യം എന്താണ്? നീ തൗഹീദുള്ളവനാവുക. അതുപോലെ തന്നെ നീ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് പുറമേയുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കുക, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ ആയത്തുകൾ. അഥവാ പൂർണ്ണമായി ഒരു സൂറത്ത് ഇറങ്ങുന്നത് ഏതാണ്? സൂറത്തുൽ മുദ്ദസ്സിർ ആണ്. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, ആദ്യം ഇറങ്ങിയ ആയത്തുകൾ ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖിലെ ഭാഗങ്ങൾ. എന്നാൽ ഒരു സൂറത്ത് മുഴുവനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത് ഏതാണ്? സൂറത്തുൽ മുദ്ദസ്സിർ ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 വർഷക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടങ്ങാതെ നിർവഹിച്ച കാര്യമാണെന്ത്? ഈ ഖും ഫഅൻദിർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ വാചകം. വിശ്രമിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തുകൊണ്ടേയിരുന്നു 23 വർഷക്കാലം. എത്രത്തോളം? അവിടുന്ന് വഫാത്താകുന്ന നേരത്ത് പോലും ഈ കൽപ്പന അവിടുന്ന് മനസ്സിൽ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിന്റെ നേരത്ത് വേദന കൊണ്ട് പുളയുന്ന നേരത്തും അവിടുന്ന് ചുറ്റും കൂടിയ ആളുകളോട് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ
ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. എന്താണ്? ജൂത നസറാണികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെയും അതുപോലെ തന്നെ സാലിഹീങ്ങളായ ആളുകളുടെയും ഖബറിനെ അവർ മസ്ജിദുകളാക്കി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവിടുന്ന് വഫാത്താകുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അൽ-ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് അവിടെയുള്ള ആളുകൾക്ക് താക്കീത് ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവാണ്. അവിടുന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഉപദേശം നൽകി. എന്താണ് അതിന്റെ പ്രത്യേകത? വജിലത് മിൻഹൽ ഖുലൂബ്. റസൂലിന്റെ ആ ഉപദേശം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം കിടുകിട വിറക്കാൻ തുടങ്ങി. വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി എന്ന് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇതൊക്കെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റസൂൽ ചെയ്ത കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഖും എന്ന ആദ്യത്തെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിപ്പിച്ച സന്ദർഭങ്ങൾ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവിടുന്ന് എന്ത് ചെയ്തിരുന്നില്ല? പ്രബോധനം അവസാനിപ്പിച്ചിട്ടില്ല. നമുക്കറിയുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻഷാ അല്ലാഹ് നമുക്ക് വരാനുണ്ട്. മക്കക്കാർക്ക് അവിടുന്ന് ദഅവത്ത് നടത്തി. അവിടുന്ന് ദഅവത്ത് നടത്തിയത് കാരണത്താൽ കഠിനമായ പരീക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്നു. റസൂൽ എന്ത് ചെയ്തു? തായിഫിലേക്ക് പോയി. തായിഫിലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള വലിയ വലിയ ഗോത്ര തലവന്മാരെ കാണാൻ വേണ്ടി അവിടുന്ന് പരിശ്രമിച്ചു, കണ്ടു. ആളുകളോട് തൗഹീദ് പറഞ്ഞു കൊടുത്ത് ഒരാളും സ്വീകരിക്കുന്നില്ല. എത്രത്തോളം? തായിഫിലെ ചെറിയ കുട്ടികൾ, നമ്മൾ ആലോചിച്ച് നോക്കണം, വലിയ ആളുകളല്ല, ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കല്ലെടുത്തെറിയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കല്ലേറ് കാരണത്താൽ റസൂലിന്റെ മുഖത്ത് നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹിക്കാൻ വയ്യാതെ വേറൊരു അഥവാ തായിഫിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു കൊണ്ട് അവിടെ വിശ്രമിക്കുന്ന വേളയിൽ ഒരാളെ കാണുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവിടുന്ന് ദഅവത്ത് അവസാനിപ്പിച്ചിട്ടില്ല. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ ആണ് എന്നതിനുള്ള തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂടെ ആരുണ്ട്? ഈ മലകളെ സംരക്ഷിക്കുന്ന മലായിക്കത്തുകളുണ്ട്. മലകളെ സംരക്ഷിക്കുന്ന മലായിക്കത്തുകളുണ്ട്. നിങ്ങൾ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഈ കാണുന്ന മലകൾ തായിഫിലെ ആളുകൾക്ക് മുകളിൽ ഇട്ടുകൊണ്ട് അവരെ നശിപ്പിച്ച് കളയാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. റസൂൽ പറഞ്ഞ വാക്കെന്താണ്? അത് വേണ്ടതില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരിൽ നിന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകണമെന്നാണ്. ഇതാണ് റഹ്മത്ത്, ഇതാണ് നസീഹത്ത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണിച്ചിരുന്നു. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, 23 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖും ഫഅൻദിർ എന്ന് പറയുന്ന ആ കൽപ്പന പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു എന്നുള്ളതാണ്. പിന്നീട് സഹോദരങ്ങൾ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിന്നീട് വഹി ഇറങ്ങാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പിന്നീട് റസൂലിന് എന്തുണ്ടായി? തുടരെ വഹി ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഒഴികെ, അത് ആ ഇറങ്ങാതിരുന്നത് 3-4 ദിവസം മാത്രമാണ്. 3-4 ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ എന്താണ്? ആ സന്ദർഭത്തിലാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായിരുന്നു. ആ 3-4 ദിവസത്തിനിടയിൽ റസൂലിന് രോഗമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നത്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഇന്നി ലഅർജു അൻ യകൂന ശൈത്താനുക ഖദ് തറകക്. ഞാൻ വിചാരിക്കുന്നത് നിന്റെ അടുക്കൽ വരുന്ന ശൈത്താൻ, ആരാണ് ശൈത്താൻ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ഈ പറയുന്നത്. നിന്റെ അടുക്കലേക്ക് വരുന്ന ശൈത്താനെ അല്ലെങ്കിൽ ശൈത്താൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വലം അറഹു ഖറബക മുൻദു ലൈലതൈനി ഔ സലാസ. 3-2 ദിവസമായല്ലോ ഈ ശൈത്താനെ ഞാൻ കാണാത്തത് എന്ന് ഈ സ്ത്രീ പരിഹസിച്ചുകൊണ്ട് റസൂലുള്ളാഹി ലുഹ തന്നെ സത്യം ചെയ്തുകൊണ്ട് പിന്നീട് പറയുകയാണ്, നിന്റെ റബ്ബ്
നിന്നെ കൈവിട്ടിട്ടില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആയത്തിറങ്ങുന്നത്. പിന്നീട് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളമായി വഹി ഇറങ്ങാൻ തുടങ്ങി. പറഞ്ഞതുപോലെ സൂറത്തുൽ മുദ്ദസിർ ഇറങ്ങി. അതിന് ശേഷം തൊട്ടുടനെ ഇറങ്ങിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുസമ്മിലാണ്. പക്ഷെ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സൂറത്തുൽ മുസമ്മിൽ, പിന്നീടാണ് ഏത് സൂറത്ത് വരുന്നത്? മുദ്ദസിർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഏതാണ്? സൂറത്തുൽ മുദ്ദസിറിന് ശേഷമാണ് സൂറത്തുൽ മുസമ്മിൽ ഇറങ്ങുന്നത്. എന്താണ് അതിൽ പറയുന്നത്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല എന്ന് പറയുന്ന ആയത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? യാ അയ്യുഹൽ മുസമ്മിൽ, മുസമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൂടി കിടക്കുന്നവനെ എന്ന് തന്നെയാണ്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നീ എന്ത് ചെയ്യണം? രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണം. നിസ്വഹു അവിൻ ഖുസ് മിൻഹു ഖലീല, രാത്രിയുടെ പകുതിയോളമോ അതല്ല എങ്കിൽ അതിൽ നിന്ന് കുറച്ച്, അല്ലെങ്കിൽ 1/3 നീ എന്ത് ചെയ്യണം? അങ്ങ് നിസ്കരിക്കണം എന്ന് പറയുകയാണ്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല, അതല്ല എങ്കിൽ അതിൽ നിന്ന് കുറച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് തർത്തീലോടുകൂടി സാവകാശം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നീ എന്ത് ചെയ്യുക? രാത്രി നിസ്കരിക്കുക എന്ന ആയത്ത് ഇറങ്ങുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഇറങ്ങിയ വേളയിൽ പിന്നീട് അതിനുശേഷം ദൈർഘ്യമേറിക്കൊണ്ട് റസൂൽ എന്ത് ചെയ്യാറാണ് പതിവ്? രാത്രി നിസ്കരിക്കാറാണ് പതിവ്. എത്രത്തോളം? അവിടുത്തെ കാലുകൾ വിണ്ടുകീറുമാറ് അവിടുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നിസ്കരിച്ച് അവിടുത്തെ കാലുകൾക്ക് മുറിവ് വരുന്ന രൂപത്തിൽ റസൂൽ നിസ്കരിച്ചിരുന്നു എന്നുള്ളത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പാരായണം വളരെ പതുക്കെ സാവകാശമായിരുന്നു. വളരെ പതുക്കെ സാവകാശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആലു ഇമ്രാൻ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ഒരു രാത്രി കൊണ്ട് റസൂൽ മുഴുവനായി ഓതി തീർക്കാറുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്താണ് അതിനുള്ള കാരണം? നമ്മുടെ സമയത്തിൽ നമുക്കെന്തില്ല? ബറക്കത്തില്ല എന്നുള്ളതാണ്. അതല്ലാതെ ഇത് സാധിക്കാത്ത കാര്യമല്ല, മറിച്ച് നമ്മുടെ സമയത്തിൽ നമുക്ക് ബറക്കത്തില്ല എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ചെയ്യേണ്ട കാര്യം? അള്ളാഹുവിനുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നമ്മിൽ പല ആളുകളും ശ്രദ്ധ വരുത്താത്ത ഒരു കാര്യമാണത്, അള്ളാഹുവിനുള്ള അദ്കാറുകൾ എന്നുള്ളത്. ഉലമാക്കൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളമായി ബറക്കത്ത് ലഭിച്ചതായി കാണാം അവരുടെ സമയത്തിന്. നമുക്കറിയാം അൽ അഖീദത്തുൽ വാസ്തിയ, അതാരാണ് രചിച്ചത്? ആരാണ് അൽ അഖീദത്തുൽ വാസ്തിയ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കുന്നത് എത്ര സമയം കൊണ്ടാണ്? അസർ മുതൽ മഗ്രിബ് വരെ, ഇശാ വരെ അല്ല, അസർ മുതൽ മഗ്രിബിന്റെ സമയത്തിനിടയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം അൽ അഖീദത്തുൽ വാസ്തി എന്ന ഗ്രന്ഥം രചിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ സമയത്തിന് ലഭിച്ച ബറക്കത്താണ്. അതുപോലെ തന്നെ അൽ ഹമവിയ എന്ന് പറയുന്ന ഗ്രന്ഥം ആര് രചിച്ചതാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം തന്നെ രചിച്ചതാണ്. ഏത് സമയം കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതി തീർക്കുന്നത്? ളുഹറിനും അസറിനും ഇടയിൽ. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഇന്നൊരാൾ ഒരുപക്ഷെ അത് അസർ മുതൽ മഗ്രിബ് വരെ ഒരാൾ നോക്കി എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തുകൊള്ളണമെന്നില്ല, അത് എഴുതി കഴിയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സമയത്തിന് നമുക്ക് ബറക്കത്തില്ല. ആ ഗ്രന്ഥം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബറക്കത്തുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കൂ, ജീവിതത്തിന്റെ അധിക സമയവും ജയിലിലായിരുന്നു. അദ്ദേഹം മസ്ജൂനായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ശാരീരികമായി യഥാർത്ഥ രൂപത്തിൽ ജിഹാദ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുൻപന്തിയിലായിരുന്നു. എന്നിട്ട് കൂടിയാണ് ഇദ്ദേഹം ഇത്രയും ഗ്രന്ഥങ്ങൾ
എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കണം, ഈ ജിഹാദും ജയിലിലും ഒക്കെ ആയ ഒരാൾ എങ്ങനെയാണ് ഇത് രചിക്കാൻ സാധിക്കുന്നത്? ജീവിതത്തിലുള്ള ബറക്കത്താണത്. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബറക്കത്ത് ലഭിക്കാനുള്ള കാരണം? അള്ളാഹുവിലുള്ള സ്മരണ കൊണ്ട് തന്നെയാണ്. ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, അദ്ദേഹം അദ്കാറുകൾ ചൊല്ലി ചൊല്ലി അദ്ദേഹത്തിന് അത് ശീലമായി. അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഷിമാഗ്, അദ്ദേഹം ധരിക്കുന്ന തട്ടം, അത് വായിലേക്ക് തിരുകിക്കൊണ്ടാണ് ബാത്റൂമിലേക്ക് കയറാറുള്ളത്. എന്താണ് കാരണം? അദ്ദേഹത്തോട് അവിടെ നിന്നും പറഞ്ഞു പോകും. നമ്മുടെ അവസ്ഥ എന്താണ് അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇന്ന് രാവിലെ മുതലായി ഈ സമയം വരെ നമ്മൾ എത്ര അദ്കാറുകളിൽ മുഴകി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ചിന്തിക്കുക. എന്നിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്, ആവലാതി പറയുകയാണ് സമയത്തിൽ ബറക്കത്തില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഖുർആൻ പാരായണം, അദ്കാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഖുർആൻ പാരായണമാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ നമ്മൾ മാറിയിരുന്ന് എന്ത് ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യും, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഖുർആൻ റമദാൻ അത് അവസാനിച്ചു കഴിഞ്ഞാലോ പിന്നീട് ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകുക ഒരു പക്ഷേ വെള്ളിയാഴ്ച മാത്രമേ ആയിരിക്കും. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, പൂട്ടിവെക്കുക. അതല്ലാതെ അതിനുശേഷമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലോ ഖുർആനുമായി നമ്മുടെ ബന്ധം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഏത് രൂപത്തിലാണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവനെ ധാരാളമായി ദിക്ർ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയായ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അഥവാ രാത്രിയുടെ ആരാമങ്ങളിൽ നീ എന്ത് ചെയ്യുക, അങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്ന ആയത്ത് ആർക്ക് കൂടി ബാധകമാണ്? സഹാബത്തിന് കൂടിയും ബാധകമാണ് എന്നുള്ളതാണ്. അഥവാ ഏകദേശം 12 മാസത്തോളം, ഏകദേശം 12 മാസത്തോളം സഹാബത്തിനും റസൂലിനും എന്ത് നിർബന്ധമായിരുന്നു? രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നു. ഈ സൂറത്തിൽ തന്നെ പിന്നീട് അള്ളാഹു അവസാനത്തിൽ പറയുന്ന കാര്യം എന്താണ്? അലിമ അൻ സയകൂനു മിൻകും മർള വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്. അള്ളാഹു അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ള ആളുകളുണ്ട്? രോഗികളുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിർബന്ധമായ കാര്യം പിന്നീട് എന്തിലേക്ക് മാറുകയാണ്? സുന്നത്തിലേക്ക് മാറുകയാണ്. പക്ഷേ 12 മാസത്തോളം ആർക്ക് നിർബന്ധമായിരുന്നു? റസൂലിനും സഹാബത്തിനും നിർബന്ധമായിരുന്നു. പിന്നീട് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഏത് ആയത്ത് ഇറങ്ങുന്നത്? അലിമാൻ സയകൂനു മിൻകും എന്നുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. നമുക്കറിയാം ഖുർആൻ അങ്ങനെയാണ് ഇറങ്ങാറുള്ളത്. അഥവാ ഒരായത്ത് ഇറങ്ങും, പിന്നീട് ആദ്യമുള്ള ആയത്തുകൾ ഇറങ്ങും, അല്ലെങ്കിൽ നടുഭാഗത്തുള്ള ആയത്തുകൾ ഇറങ്ങും, പിന്നീട് അവസാനം. ആ രൂപത്തിലാണ് ഖുർആൻ ഇറങ്ങാറുള്ളത്. ഒരുപക്ഷെ ധാരാളം സമയമെടുക്കും. ആ രൂപത്തിലാണ് ഓരോ സൂറത്തായും മറ്റും ഇറങ്ങാറുള്ളത്. അങ്ങനെ പതിയെ പതിയെയാണ് ഖുർആൻ പരിപൂർണമായി ഇറങ്ങിയിട്ടുള്ളത്. ശരി, ഇനി സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു ഈ രൂപത്തിൽ രോഗികളും ജോലി അന്വേഷിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇതിറങ്ങിയപ്പോൾ സഹാബത്തിന് നിർബന്ധം എന്നുള്ളതിൽ നിന്ന് രാത്രി നിസ്കാരം ഒഴിവായി എന്നതിൽ സംശയമില്ല. റസൂലിന് നിർബന്ധമാണോ അല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? 2 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അഥവാ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കാരം നിർബന്ധമാണോ അല്ലയോ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം. എന്നാലും റസൂൽ നിസ്കരിക്കാത്തൊരവസ്ഥയുണ്ടോ? നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ സമയം വരെ രാത്രി നിസ്കാരം ഉപേക്ഷിച്ചതായി കാണാൻ സാധിക്കുകയില്ല. അത് റസൂലിന്റെ പതിവാണ്. അഥവാ റസൂൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? പിന്നീട് അത് സ്ഥിരമായി ചെയ്യും. അതിനുള്ള തെളിവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാഹചര്യത്തിൽ ളുഹറിന് ശേഷം ചില ആളുകളോട് സംസാരിക്കേണ്ടി വന്നു. അത് കാരണത്താൽ റസൂലിന് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല? ആ ദിവസം മാത്രം ളുഹറിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ല. റസൂൽ അതെന്ത് ചെയ്തു? അസറിന് ശേഷം ഖളാ വീട്ടി. ഇത് പൊതുവെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഖളാ വീട്ടാം. റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് നിസ്കരിക്കാതെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? പിന്നീട് നിസ്കരിക്കാം. പറഞ്ഞു വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് ശേഷം നിസ്കരിച്ചു, പിന്നീട് അവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല? അത് ഉപേക്ഷിച്ചിട്ടില്ല. അത് റസൂലിന് മാത്രം ഖാസാണോ അല്ലയോ എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം റസൂൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുകയില്ല, അത് ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ അഹ്കാമുകൾ, ഹുക്കുമുകൾ, അതിൻ്റെ വിധികൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാകാൻ പാടില്ല? സുന്നത്തല്ലേ, ഇനി ചെയ്യേണ്ടതില്ല എന്നതിനു വേണ്ടിയാകാൻ പാടില്ല. മറിച്ച് അത് അറിഞ്ഞിരിക്കുക എന്നത് മാത്രമായിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ അഹ്ലു സുന്നയാകുന്നത്? സുന്നത്താകട്ടെ വാജിബാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലിൽ നിന്ന് ഒരു ഇബാദത്ത് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ അഹ്ലു സുന്നയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. അതല്ലാതെ സുന്നത്തല്ലേ, ഇനി ചെയ്യേണ്ടതില്ല, വാജിബാണോ ചെയ്യാം. അങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കുക തന്നെ, ഉസ്താദേ ഇങ്ങനെ ഈ രൂപത്തിൽ കാണുന്നുണ്ട്, അത് സുന്നത്താണോ? സുന്നത്താണെന്ന് പറഞ്ഞാൽ സുന്നത്താണല്ലേ. എന്തിനു വേണ്ടിയാണ് ആ ചോദ്യം? ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ആ രൂപത്തിലാകാൻ പാടില്ല. മറിച്ച് റസൂലിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുടെ പദവി ഉയർത്തപ്പെടുക, ഒരാൾ സുന്നത്തിൽ എത്ര കണ്ട് അദ്ദേഹം മുൻപന്തിയിലുണ്ടോ അതനുസരിച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം എന്നതിൽ നിന്ന് സുന്നത്തിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലിന് എന്തുണ്ടായി? തുടർച്ചയായി വഹി ഇറങ്ങാൻ ആരംഭിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല, തീർച്ചയായും അങ്ങേക്ക് മേൽ നാം ഭാരമുള്ള വാക്കുകൾ ഇടും. അഥവാ ഖുർആനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൽ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചുമാണ് ഈ ആയത്ത് നമ്മളെ അറിയിക്കുന്നത്. വളരെ ഭാരമുള്ള കാര്യമാണ് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ അത് ചെറിയ കാര്യമല്ല എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കലാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വഹി ഭാരമുള്ളതാണ് എന്നറിയാൻ നബിമാർക്ക് വഹി ഇറങ്ങുന്നത് ഏത് രൂപത്തിലാണ് എന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പ്രധാനമായും 6 രൂപത്തിലാണ് വഹി ഇറങ്ങാറുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന റസൂലിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. എത്ര രൂപത്തിലാണ്? 6 രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തെ രൂപം, മലക്കുകൾ റസൂലുമാരുടെ അല്ലെങ്കിൽ നബിമാരുടെ ഹൃദയങ്ങളിൽ വഹി ഇറക്കുക എന്നതാണ്. ഒന്നാമത്തെ രൂപം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലെങ്കിൽ നബിമാരുടെയോ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? വഹിയായി കാര്യങ്ങൾ ഇറക്കുക എന്നതാണ് ഒന്നാമത്തെ രൂപം. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂലിന്റെ ഹൃദയത്തിൽ വഹിയായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം ഏതാണ്? മലായിക്കത്ത് അല്ലെങ്കിൽ മലക്ക് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കൽ. മനുഷ്യരൂപത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കൽ. അതിന് ഉദാഹരണം ആർക്കാണ് പറയാൻ പറ്റുക? മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് വഹിയായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ഉദാഹരണം ഏതാണ്? ഹദീസ് ജിബ്രീൽ അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് സഹാബത്ത് പറയുന്നതായി കാണാം. നമ്മൾ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ആള് വന്നു, ലാ യഅരിഫു മിന്ന അഹദ്, നമുക്കൊരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല. വലാ യുറാ അലൈഹി അസറു സഫർ, അവരിൽ യാത്രയുടെ ഒരു അടയാളങ്ങളും കാണുന്നില്ല. എന്താണ്? ഷദീദു ബയാദി സിയാബ്, വെളുവെളുത്ത വസ്ത്രമാണ്. അതുപോലെ തന്നെ കറുകറുത്ത മുടിയുള്ള ഒരാൾ വന്നുകൊണ്ട് എന്ന് പറയുന്ന ഹദീസ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഹാബിയുടെ രൂപത്തിലാണ് വരാറുള്ളത്. ഏതാണ് സഹാബി? ആരാണ്? വളരെ ഭംഗിയുള്ളൊരു സഹാബിയാണ്. ആ സഹാബിയുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുള്ളത്. ആരാണ്? ദിഹ്യത്തുൽ കൽബി. എന്താണ് പേര്? ദിഹ്യ അൽ കൽബി. ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബിയാണ്. എത്ര രൂപങ്ങൾ നമ്മൾ പറഞ്ഞു? 2. ഒന്ന് മനുഷ്യരൂപത്തിൽ, ആദ്യത്തേത് ഹൃദയത്തിൽ വഹിയായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ രൂപം നമ്മൾ പറഞ്ഞിരുന്നു, റസൂൽ കണ്ടിരുന്ന സ്വപ്നങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നു. അർ-റുയ അസ്സാദിഖ, സത്യസന്ധമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങും. ഇതാണ് മറ്റൊരു രൂപം. ഇനി നാലാമത്തെ രൂപം, മലക്ക്
മലക്കിന്റെ രൂപത്തിൽ തന്നെ വരിക, മലക്കിന്റെ രൂപത്തിൽ തന്നെ വന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തവണയാണ് സംഭവിച്ചത്. അതിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ സൂചിപ്പിച്ചു. മറ്റൊരു സംഭവം ഏതാണ്, ഏത് സന്ദർഭത്തിലാണ്? ഏതാ? അഹ്സൻത്, മിഅ്റാജിന്റെ സന്ദർഭത്തിൽ. അതാണ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. എവിടെ വെച്ച് കണ്ടത്? സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് ആരെ കണ്ടു എന്ന്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ തന്നെ കണ്ടു എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ഇസ്റാ മിഅ്റാജിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. അപ്പൊ ഇതാണ് 4ാമത്തെ രൂപം. 5ാമത്തെ രൂപം, മണി കിലുങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കും. അതിനിടയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു രൂപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള രൂപം ഇതായിരുന്നു. ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എങ്ങനെയാണ് റസൂലെ അങ്ങേക്ക് വഹി ഇറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അഹ്യാനൻ യഅ്തീനി ഫീ മിസ്ലി ഫൽഫലത്തിൽ ജറസ്. എങ്ങനെയാണ്? ചില സന്ദർഭങ്ങളിൽ എനിക്ക് വഹി വരാറുള്ളത് ഒരു മണിനാദം അതിങ്ങനെ വരും. അതിനിടയിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വഹി മനസ്സിലാക്കാൻ സാധിക്കും. വഹുവ അശദ്ദുഹു അലയ്യ, അതാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള രൂപം. ആ വഹി വരുന്നതാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള രൂപം. ഫയഫ്സിമു അന്നി വഖദ് വഅയ്തു മാ ഖാൽ. ആ ശബ്ദം കേട്ട് പിന്നീട് അത് പോകുന്ന വേളയിൽ പിന്നീട് എനിക്ക് എന്തുണ്ടാകും? ഖുർആൻ വഹിയായി ഇറങ്ങിയിട്ടുണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഈ വഹി ഇറങ്ങുന്നതിന്റെ കാഠിന്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞതായി കാണാം. വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹി ഫിൽ യൗമിൽ ശദീദിൽ ബർദ്. റസൂലിന് കഠിനമായ തണുപ്പുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ വഹി ഇറങ്ങും. ഫയഫ്സിമു അൻഹു വഇന്ന ജബീനഹു ലയതഫസ്സദു അറഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ തണുത്ത വേളയിൽ പോലും ഈ വഹീന്റെ കാഠിന്യം കാരണത്താൽ എന്തുണ്ടാവാറുണ്ട്? അങ്ങേറ്റം വിയർക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. സൗദി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന തണുപ്പ് അവിടെ പോയ ആളുകൾക്കറിയാം. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിൽ വഹി ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് റിവായത്തുകളിൽ കാണാം, മുത്തുകൾ പൊഴിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിയർപ്പ് ഒഴുകാറുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആൻ. കാരണം ഖുർആനിൽ തന്നെ എന്താണ് പറഞ്ഞത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും ഏതെങ്കിലും പർവ്വതത്തിന് മുകളിലോ അതോ മറ്റു വല്ല കാര്യങ്ങൾക്ക് മുകളിലോ ആണ് ഇറങ്ങിയതെങ്കിൽ പൊട്ടി പിളർന്നു പോയേനെ എന്ന് പറഞ്ഞതായി കാണാം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലിന്റെ കാല് എൻ്റെ തുടയുടെ മുകളിലാണുള്ളത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ റസൂലിന്റെ ഈ തുടഭാഗം എൻ്റെ തുടയുടെ ഭാഗത്തുള്ളതിനാൽ തന്നെ എൻ്റെ തുടയുടെ എല്ല് പൊട്ടിപ്പോകുമോ, അഥവാ റസൂലിന് വഹി ഇറങ്ങുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ മുകളിലാണ് റസൂലിന്റെ കാലുള്ളത്. റസൂലിന് ഇറങ്ങുന്ന വഹീന്റെ കാഠിന്യം കാരണത്താൽ ആരുടെ തുടയെല്ല് പൊട്ടിപ്പോകുമെന്ന് വിചാരിക്കുകയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ. അപ്പോൾ ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗൗരവമുള്ളതാണ്. നമ്മൾ അവഗണിച്ച് കളയുന്ന ഖുർആൻ ഉണ്ടല്ലോ, അതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ പ്രത്യേകം ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾ. നമ്മുടെ നാട്ടിൽ പൊതുവെ പള്ളിയിൽ നിൽക്കുന്ന ആളുകളെ, പള്ളിയിലുള്ള ആളുകൾക്ക് ബഹുമാനമില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ. കാരണം അവർ അള്ളാഹുവിൻ്റെ കലാം അത് മനഃപ്പാടമാക്കിയ ആളുകളാണ്. ചില ആളുകളുടെ വിചാരം അവർ പള്ളി കമ്മിറ്റിയുടെ എന്തോ പണിയെടുക്കാൻ വന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കലാം ഹിഫ്ളാക്കിയ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ ഷിയാറുകളെ ആരാണോ ബഹുമാനിക്കുന്നത് അതാണ് തഖ്വ. ഖുർആനിൽ വന്നതുപോലെ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, എന്താണ് അത്? നമ്മുടെ ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണത്.
ഇനി ഇമാമിയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളിയിൽ നിൽക്കുന്ന ഇമാമുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ദർസെടുക്കാൻ വരുന്ന ഉസ്താദുമാരായിക്കോട്ടെ കൊള്ളട്ടെ, അവരോട് ബഹുമാനമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ കാര്യമല്ല. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇക്ക കൂട്ടിയാണ് ഉസ്താദിനെ വിളിക്കുക, ഇന്നിക്ക. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അത് അവർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളായി കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അവരോടുള്ള ബഹുമാനം എന്ന നിലക്ക് പഠിപ്പിക്കുന്ന ആളാണോ അവരെ ഉസ്താദ് എന്ന് വിളിക്കുക, ഇനി പ്രായമായ ആളുകളാണോ ഷെയ്ഖ് എന്ന് വിളിക്കുക, അത് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം എന്നല്ല, മറിച്ച് അവർ അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമും റസൂലിൻ്റെ ഹദീസും പഠിച്ച ആളുകളാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പല ആളുകളും നാട്ടിലുള്ള ഏതെങ്കിലും ആളുകൾ അഭിസംബോധന ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്യുക, ഈ ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന ആളുകളെ വിളിക്കുക. ഇതൊരിക്കലും ശരിയല്ല, ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഒരിക്കലും അവർ തന്നെ വന്ന് പറഞ്ഞോളണമെന്നില്ല നീ എന്നെ ഉസ്താദ് എന്നെ വിളിക്കണം എന്നുള്ളത്. അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ നാട്ടിലെ ബാത്തിലിൻ്റെ ആളുകൾ ഒരു വെള്ളയും വസ്ത്രമിട്ട് തലയിലൊരു തലപ്പാവ് വെട്ടിക്കഴിഞ്ഞാൽ അവർ ഉസ്താദ് എന്നല്ലാതെ വിളിക്കുകയില്ല. നമ്മൾ സലഫികൾ ഹക്കിൻ്റെ ആളുകൾക്കാണ് എല്ലാത്തിനും ഒരു ബഹുമാനമില്ലാത്ത അവസ്ഥ. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മൾ ഓരോ ആളുകളോട് പെരുമാറുന്ന രൂപം, അതല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന കുട്ടികൾ, ഇവരോടൊന്നും ബഹുമാനമില്ലാതെ പെരുമാറുക എന്നുള്ളത് നമ്മൾ ഹക്കിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നുള്ളതിനെ ഭയപ്പെടണം. കാരണം അള്ളാഹിൻ്റെ ദീൻ പഠിക്കുന്ന കുട്ടികളാണ് അവർ. ശരി തന്നെയാണ്, ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവരോട് രൂക്ഷമായ രൂപത്തിലും മറ്റും പെരുമാറിക്കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നമ്മളിന്ന് കാണുന്ന ചെറുപ്പക്കാരും മറ്റും ഏത് രൂപത്തിലാണ് ധാരാളമായിട്ടുള്ളത്, ആ രൂപത്തിലേക്ക് എത്തും നമ്മളുടെ ഒരു പ്രവൃത്തി കാരണത്താൽ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഞ്ചാമതായി ഇറങ്ങിയ രൂപം ഈ മണിനാദം കണക്കെ ഒരു ശബ്ദം വരും, അതിൽ നിന്ന് റസൂലിന് വഹി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവസാനത്തെ രൂപം സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് ഒരു മറക്കു പിന്നിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഭവിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലാണ്? പറഞ്ഞതുപോലെ മിഅറാജിന്റെ സന്ദർഭത്തിൽ. എന്താണ് ഇസ്രാവും മിഅറാജും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇസ്രാവും മിഅറാജും തമ്മിലുള്ള ഫർഖ്, വ്യത്യാസം എന്താണ്? എന്താണ് ഇസ്രാ, എന്താണ് മിഅറാജ്? മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയതിനാണ് എന്ത് പറയുക? ഇസ്രാ എന്ന് പറയുക. അവിടെ നിന്നും ആകാശ ലോകത്തേക്ക് പോയതിനാണ് എന്ത് പറയുക? മിഅറാജ് എന്ന് പറയുക. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കണം? എവിടെ നിന്ന് നടന്ന കാര്യം, ആകാശത്ത് നിന്ന് നടന്ന കാര്യങ്ങളാണെങ്കിൽ അത് മിഅറാജിന്റെ സന്ദർഭം എന്ന് പറയുക. ഇനി അതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായിന്റെ വേള. ഇപ്പൊ ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നബിമാർക്കും ഇമാമ് നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട് ബൈത്തുൽ മഖ്ദിസിൽ. അതേത് സന്ദർഭത്തിലാ? ഇസ്രായിന്റെ സന്ദർഭത്തിൽ എന്ന് പറയണം. മനസ്സിലായില്ലേ? ബാറക്കല്ലാഹു ഫീക്കും. ഇനി സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ 6 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങാൻ തുടങ്ങി. ആദ്യം വളരെ പേടിയായിരുന്നു, ഭയമായിരുന്നു വഹി ഇറങ്ങുന്ന സന്ദർഭത്തിൽ. കാരണം ഇത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇത് മറന്നു പോകുമോ, മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കാതെ വരുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു ആദ്യകാലത്ത്. അപ്പോഴാണ് സൂറത്തുൽ ഖിയാമയിലെ ആയത്ത് ഇറങ്ങുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, വഹി ഇറങ്ങുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ തുടങ്ങി? ചുണ്ട് അവിടെ നിന്ന് വേഗത്തിൽ ചലിപ്പിക്കാൻ തുടങ്ങി, അത് മറന്നു പോകാതിരിക്കാൻ. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനഃപ്പാടമാക്കാൻ വളരെ ധൃതി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നീ എന്ത് ചെയ്യേണ്ടതില്ല? ധൃതിപ്പെട്ടുകൊണ്ട് നിന്റെ നാവിനെ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന. നമ്മുടെ മേലാണ് അത് ഒരുമിച്ച് കൂട്ടലും അതുപോലെ തന്നെ അതിനെ വിശദീകരിക്കുക എന്നതൊക്കെ ഉള്ള കാര്യം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി അല്ലെങ്കിൽ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കാറുള്ളത്? അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും? റസൂലിന് ഓതിക്കൊടുക്കും. ആ സന്ദർഭത്തിൽ റസൂൽ എന്ത് ചെയ്യും? ശ്രദ്ധിച്ച് കേൾക്കും. അത് കേട്ടതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കേൾപ്പിച്ചു കൊടുക്കും. അതിനുശേഷമാണ് മനപ്പാട്. ഇതാണ് ഹിഫ്ള് പഠിപ്പിക്കുമ്പോഴും ഏറ്റവും നല്ല രൂപം. ഹിഫ്ള് പഠിക്കുമ്പോഴും ഏറ്റവും നല്ല രൂപം എന്താണ്? ആദ്യം പഠിപ്പിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുക? ഓതിക്കൊടുക്കുക. ആ സന്ദർഭത്തിൽ തുല്ലാബുകൾ എന്ത് ചെയ്യുക?
അത് ശ്രദ്ധിച്ച് കേൾക്കുക. മറ്റുള്ള രൂപങ്ങളും ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും നല്ല രൂപം എന്താണ്? ഇതാണ്. ഉസ്താദ് എന്ത് ചെയ്യുക? ആദ്യം കുട്ടികൾക്ക് ഓതിക്കൊടുക്കുക. ആ സമയത്ത് തുല്ലാബുകൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് കേൾക്കുക. ഉസ്താദ് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഓരോ ആളുകളായി എന്ത് ചെയ്യുക? ഉസ്താദിന് നോക്കി കേൾപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉസ്താദ് തിരുത്തി കൊടുക്കുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഹിഫ്ള് ചെയ്യുക. ഇതല്ല എങ്കിൽ എന്താണ് പ്രശ്നം? നമ്മൾ തന്നെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുതിയ ഭാഗങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ധാരാളം തെറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കും. നമ്മൾ ഓതാൻ അറിയാത്ത ഭാഗങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ നമ്മളത് ഹിഫ്ളാക്കി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ വലിയ പണിയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഹിഫ്ള് ചെയ്യുന്നതിന് മുൻപ്, ഓരോ ആളുകളും ഹിഫ്ള് ചെയ്യാറില്ലേ? അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത്. ഖുർആൻ മനപ്പാടാക്കാറില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? ഏതെങ്കിലും അറിയുന്ന ആളുകൾക്ക് ഓതി കൊടുക്കാൻ. ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ വലിയ ഫضലാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. അതിൽ ഒരാളുടെ ഖിറാഅത്ത് എന്ത് ചെയ്യുക? വെക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഓതുന്നത് നോക്കുക. നമ്മൾ കൈവച്ച് ഇങ്ങനെ അതിൻ്റെ കൂടെ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പാരായണം ചെയ്യുക. എന്നാലും അറിയുന്ന ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. എന്നാലേ നമ്മളുടെ ഉച്ചാരണവും മഖ്റജ് ആയിക്കൊള്ളട്ടെ. അതിൻ്റെ പോലെ തന്നെ ഹറക്കാത്തുകൾ ഒരുപക്ഷെ നമ്മൾ തെറ്റി ഓതാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലിസഈഹ റാലിയ എന്നുള്ളത് ഐന് സുക്കൂനാണ്. പക്ഷെ പല ആളുകൾ പൊതുവെ ഓതാറുള്ള എങ്ങനെയാണ്? ലിസഈഹ എന്നോതും, ഐന് കസ്റു കൊടുത്തുണ്ട്. യഥാർത്ഥത്തിൽ ഐൻ എന്താണ്? സുക്കൂനാണ്. ഇങ്ങനെ വളരെ ദഖീഖായ തെറ്റുകൾ മനസ്സിലാകണമെങ്കിൽ ഹാഫിളുകളുടെ അടുക്കൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അത് ഓതിക്കൊടുക്കണം എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അത്രയും ശ്രദ്ധയോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജിബ്രീലിൽ നിന്ന് കേട്ടതും അത് നമുക്ക് എത്തിച്ചു തന്നത്. ഇത് അറിയിച്ചിരുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനത്താണ്. അഥവാ റസൂലിന് കിട്ടിയ കാര്യം വളരെ അമാനത്തോടു കൂടിയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നതിനുള്ള തെളിവാണിത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു നിയമം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ ഉറപ്പോടു കൂടിയായിരിക്കണം. ഒരുപക്ഷെ നമ്മളെ പോലുള്ള ആളുകളോട് പല ചോദ്യങ്ങളും വന്നേക്കാം. കാരണം എന്താണ്? സാധാരണക്കാരുടെ കണ്ണിൽ എന്താണ്? താടിയും ജുബ്ബയിട്ട് നടക്കുന്ന ആളുകളെല്ലാം ഉസ്താക്കന്മാരാണ് സാധാരണക്കാരുടെ ഇടയിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ട് എന്ത് ചെയ്യും? പല ചോദ്യങ്ങളും ചോദിച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, അങ്ങനെ പറയാൻ പാടില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ദൂരെ നിന്നൊരാൾ എന്ത് ചെയ്തു? വന്നുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. ഏകദേശം 60-40 എങ്ങാണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൽ ഉത്തരം കൊടുത്തത് വെറും 5 ചോദ്യങ്ങൾക്കും ബാക്കിയുള്ളത് എന്തു പറഞ്ഞു? ലാ അദ്രി എന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദ്യകർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് നാണം തോന്നില്ലേ ഇങ്ങനെ എനിക്കറിയില്ല എന്ന് പറയാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്ത്? മലായിക്കത്തുകൾ അള്ളാഹുവിനോട് ഈ കാര്യം ലാ അദ്രി എന്ന് പറയാൻ എന്ത് ചെയ്തിട്ടില്ല? ലജ്ജ കാണിച്ചിട്ടില്ല. ഏത് സന്ദർഭമാണത്? അംബിഉഹും ബി അസ്മാഇഹിം ഇൻ കുൻതും സാദിഖീൻ അല്ലേ? എന്താണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്താണ് മലായിക്കത്തുകൾ പറഞ്ഞത്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. എന്താണ്? റബ്ബേ, നമുക്ക് അങ്ങ് പഠിപ്പിച്ച, അല്ലാഹുവേ നീ പഠിപ്പിച്ച അറിവല്ലാതെ എന്തില്ല, നമുക്കില്ല എന്ന് മലായിക്കത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ദുർബലനായ മനുഷ്യനായ ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളതും സ്ഥിരത ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താണ്? ഒരാൾക്ക് മൊബൈൽ ഫോൺ ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തും പറയാം, ഏത് വിഷയത്തിലും ഫത്വ കൊടുക്കാം. അതുകൊണ്ടാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, തീർച്ചയായും ഈ അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ് കാണേണ്ട കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചായക്കടയിൽ ഇരുന്നുകൊണ്ട് വൈകുന്നേരം ഒരാൾ എന്ത് ചെയ്യാണ്? ഡോക്ടർ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരാൾക്കൊരു നെഞ്ചുവേദന ഉണ്ട്, അയാൾ പറയുകയാണ് നീ ഇന്ന രൂപത്തിൽ ഇന്ന കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? ഒരു ഡോക്ടറുടെ അടുക്കൽ പോയി, ഡോക്ടറേറ്റ് എടുത്ത് അല്ലെങ്കിൽ MBBS എടുത്ത ഒരാളുടെ അടുക്കലേക്ക് പോയി നമ്മൾ കാര്യം അറിഞ്ഞ് അയാളെയും കണ്ട് ഉറപ്പ് വരാതെ 2, 3, 4 ആളുകളെ കണ്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക?
ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക, മരുന്ന് കുടിക്കണമെങ്കിൽ മരുന്ന് കുടിക്കുകയും ചെയ്യുക. പക്ഷെ അള്ളാഹിന്റെ ദീനിന്റെ വിഷയത്തിലോ അത് താടിയുള്ള ഏതൊരാൾ പറഞ്ഞു കഴിഞ്ഞാലും സമിഅന വഅതഅന. നിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാകാൻ പാടില്ല. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, തീർച്ചയായും ഈ അറിവ് എന്ന് പറയുന്നത് നിന്റെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, അതുകൊണ്ട് നീ ആരിൽ നിന്നാണ് നിന്റെ ദീൻ സ്വീകരിക്കുന്നത് എന്ന് നീ നന്നായി നോക്കിക്കൊള്ളണം എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എങ്ങനെയാണ് ഇറങ്ങിയത് എന്നത് പഠിച്ചാൽ തന്നെ ദീനിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. ഇനി റസൂലിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്താണ്? പ്രബോധനമാണ്, അദ്ദഅവ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം 2 കാലഘട്ടമാണ് പ്രബോധനത്തിനുള്ളത്. അഥവാ മക്കയിലും മദീനയിലും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഘട്ടമാണുള്ളത്. ഒന്നാമത്തെ ഏത് രൂപത്തിലുള്ളതാണ്? അദ്ദഅവത്തുൽ ജഹ്രിയ്യ. ഒന്നാമത്തേത് അദ്ദഅവത്തുൽ സിർരിയ്യ. എന്താണ്? രഹസ്യ പ്രബോധനാണ്. ഒന്നാമത്തെ ഏതാണ്? രഹസ്യ പ്രബോധനം, അദ്ദഅവത്തുൽ സിർരിയ്യ. രണ്ടാമത്തേതോ അദ്ദഅവത്തുൽ ജഹ്രിയ്യ, പരസ്യ പ്രബോധനം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷമാണ് രഹസ്യ പ്രബോധനം നടത്തുന്നത്. എത്ര വർഷമാണ്? 3 വർഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയത്. എന്താണ് ഇതിനുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, മക്കക്കാർക്കിടയിൽ പോയി പരസ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ഈ സംഭവം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അംർ ബിൻ അബസ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം പറയുന്നതായി കാണാം. എന്താണ്? ഞാനുള്ള നാട്ടിൽ ചില ആളുകൾ പറയുന്നതായി കേട്ടു, ഒരാൾ വന്നുകൊണ്ട് പിച്ചും പേയും പറയുന്നത് ആരംഭിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നമ്മൾ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പ്രയാസം എത്രത്തോളമായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു, അൽ അമീനായ ഒരു വ്യക്തിത്വമാണ് ഒരു നിമിഷം കൊണ്ട് ഈ രൂപത്തിൽ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ? നിങ്ങൾ അല്ലാഹു ആണ് റബ്ബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നുകളയുകയാണോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. എന്താണ് റസൂൽ ചെയ്ത തെറ്റ്? അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ റസൂലിനെ പറ്റി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഖ്ഫിയൻ ജുറഅഹു അലൈഹി ഖൗമുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നോക്കുമ്പോൾ ഏതവസ്ഥയിലാണുള്ളത്? മുസ്തഖ്ഫിയൻ, പാത്തും പതുങ്ങിയും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാ ആളുകൾക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ജീവിച്ചത് ഈ രൂപത്തിലാണ്. ജുറഅഹു അലൈഹി ഖൗമുഹു, അദ്ദേഹത്തെ എങ്ങാനും അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ വകവരുത്താൻ വേണ്ടി സമുദായം നിൽക്കുന്നു. ഇദ്ദേഹമാകട്ടെ ഒളിച്ചും പാത്തും പതുങ്ങിയുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? മാ അൻത എന്നാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? മാ അൻത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറബി ഭാഷ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? മാ അൻത, അഹ്സൻത്, നീ എന്താണെന്നാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അംർ ബിൻ അബസ അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നത് മാ അൻത എന്നാണ്. എന്താണ് മാ അൻത എന്ന് പറഞ്ഞാൽ? നീ എന്താണ് എന്നുള്ളതാണ്. നീ എന്താണ്? കാരണം ആളുകൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഈ രൂപത്തിലാണ്. ഇങ്ങനെ ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ പലതും പറയുന്നുണ്ട് എന്നുള്ളതാണ്. മാ അൻത യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പറയേണ്ടത്? മൻ അൻത എന്നാണ്. മൻ അൻത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബുദ്ധിയുള്ള ആഖിലായിട്ടുള്ള ആളുകൾക്ക് എന്തുപയോഗിക്കുക? മൻ അൻത എന്നുള്ളത്. മാ അൻത എന്നുള്ളതോ ഗൈറു ആഖിൽ. ഉദാഹരണത്തിന് മാ ഹാദ, ഇതെന്താണ് എന്ന് ചോദിക്കുമല്ലോ ബുദ്ധിയില്ലാത്ത സാധനങ്ങൾക്ക്. അതുപോലെ
ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? അന നബിയുൻ, ഞാൻ എന്താണ്? നബിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാ നബിയുൻ, എന്താണ് നബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അത് കൊണ്ടുള്ള ഉദ്ദേശം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസലനില്ലാ, എന്നെ നിയോഗിച്ചതല്ലേ, അയച്ചതാരാണ്? അള്ളാഹുവാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, വബി ഐ ഷൈഇൻ അർസലക്, എന്തുമായിട്ടാണ് അങ്ങേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസലനി ബിസലത്തിൽ അർഹാം, എന്നെ അള്ളാഹു നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? കുടുംബബന്ധം ചേർക്കാൻ വേണ്ടിയാണ്. വ കസ്രിൽ ഔസാൻ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ അത് ഉപേക്ഷിക്കാനും അതിനെ തച്ചുടക്കാനുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവെ മാത്രം ആരാധിക്കാനും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ആരംഭിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഒരുപക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആദ്യം പറഞ്ഞിരുന്നത് നിങ്ങൾ കള്ളുപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? കള്ളുപേക്ഷിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയില്ല? വ്യഭിചാരം ഉപേക്ഷിക്കുകയില്ല. കാരണം ഈമാൻ ഉറച്ചു കഴിഞ്ഞാലേ പിന്നീടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സഹാബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ അത് ശക്തമായപ്പോൾ പിന്നീട് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്തിന്? തിന്മകൾ ഉപേക്ഷിക്കാൻ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളുദാഹരണം എടുക്കാം. അള്ളാഹു പറയുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന ചോദ്യം വന്ന ഉടനെ തന്നെ പിന്നീട് മദീനയിൽ എന്താണ് ഉണ്ടാകുന്നത്? കള്ളിൻ്റെ കൂപ്പകളും അതുപോലുള്ള കാര്യങ്ങളും പൊട്ടിച്ചുകൊണ്ട് മദീനയിലൂടെ കള്ള് പുഴ പോലെ ഒഴുകി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് ഈമാനിന്റെ ബലം. അതുകൊണ്ട് നമ്മളും ആദ്യം ആരംഭിക്കേണ്ടത് ഈമാൻ പഠിക്കാനാണ്. പ്രത്യേകിച്ച് നമുക്ക് സാഹചര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ധാരാളമായിട്ടുണ്ട്. ഇവിടെ തന്നെ അൽഹംദുലില്ലാഹ് ആഴ്ചയിൽ ഒരു ദിവസം എന്താ നടക്കുന്നുണ്ട്? കിതാബ് തൗഹീദ് ദർസ് നടക്കുന്നുണ്ട്. നമ്മുടെ സഹോദരൻ ബഹീജ് വഫഖഹുല്ലാഹ് തൗഹീദിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മുതലെടുക്കുക. നമുക്ക് ഈ സാഹചര്യം എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ധാരാളമുണ്ട്. ഇനിയിപ്പോൾ ഒരാൾക്ക് വന്നെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ലൈവ് നടക്കുന്നുണ്ട്. ഇനി അതും ലഭിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം റെക്കോർഡായ ക്ലാസ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലൊന്നും പ്രത്യേകിച്ച് പരിഗണനയും കാര്യഗൗരവവും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ നന്നായി ഭയപ്പെടണം. പറയാനുള്ള കാരണം, പല ആളുകൾക്കും ദർസുകളിലും മറ്റും പങ്കെടുക്കാൻ എന്തോ ഒരു മടിയുള്ളതുപോലെയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സലഫികളെ വേർതിരിച്ച് നിർത്തുന്ന കാര്യമാണെന്ത്? ദീൻ അവർ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത്. അതല്ലാതെ നമ്മുടെ വേഷം കൊണ്ടോ അല്ലെങ്കിൽ കോലം കൊണ്ടോ മാത്രം സലഫികൾ, അമലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പിന്നോട്ടാണ് എങ്കിൽ നമ്മൾ ഈ വാദിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പറച്ചിൽ മാത്രം പോരാ, എന്തും കൂടി ഉണ്ടാകണം, പ്രവൃത്തി കൂടി ഉണ്ടാകണം. സഹാബത്ത് അങ്ങനെയായിരുന്നു. അവർ ഫആലുകളായിരുന്നു, ഖവ്വാലുകളായിരുന്നില്ല. എന്താണ് ഫആലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. ഖവ്വാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെറും പറയുന്ന ആളുകൾ മാത്രം. ഇങ്ങനെ പറയാൻ ആർക്കാ പറ്റാത്തത്? ആർക്കും പറ്റും. സംസാരിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും മൈക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഫആലുകളാകാൻ ആർക്കേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ആളുകൾക്കേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുടുംബബന്ധം ചേർക്കാനും അള്ളാഹുവെ മാത്രം ആരാധിക്കാനും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനുമാണ് നമ്മളോട് അല്ലെങ്കിൽ അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. ഫമൻ മഅക അലാ ഹാദാ, നിങ്ങളോടൊപ്പം ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുർറുൻ വ അബ്ദ്, എൻ്റെ കൂടെ ചില അടിമകളുണ്ട്, ചില അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആളുകളുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഫഇന്നി മുത്തബിഉക്, അങ്ങനെയെങ്കിൽ നിങ്ങളെ പിൻപറ്റാൻ ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലാ തസ്തതിഉ ദാലിക്, അങ്ങേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? ഒരുപക്ഷെ എന്നെ പിൻപറ്റി ഇവിടെ ജീവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അലാ തറ ഹാലി വഹാലന്നാസ്,
എൻ്റെയും എൻ്റെ ഇവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയും നിങ്ങൾ കാണുന്നില്ലേ? വലാകിൻ ഇർജി ഇലാ അഹ്ലിക്, നിങ്ങൾ ഇവിടെ നിലകൊള്ളേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് തന്നെ പോയിക്കോ. എനിക്ക് വിജയത്തിൻ്റെ ഒരു സന്ദർഭം വരും, ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോ എൻ്റെ അടുക്കലേക്ക് വന്നു എന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലുത്ഫാണ്, അനുകമ്പയാണ്. കാരണം നമുക്കറിയാം, ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ പല ആളുകൾക്കും വളരെയധികം കഠിനമായ പ്രയാസങ്ങളാണ്. നമുക്കറിയാം ബിലാലിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഹബ്ബാബിൻ്റെ ചരിത്രം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ രൂപത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത്രക്ക് മേലായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തീരെ സഹിക്കാൻ പറ്റാത്ത ആളുകളോട് എന്ത് പറഞ്ഞിരുന്നു? നിങ്ങൾ ഈ രൂപത്തിൽ മാറി നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ സഹോദരങ്ങളെ പറഞ്ഞതുപോലെ രഹസ്യ പ്രബോധനമായിരുന്നു 3 വർഷക്കാലം. അതിൽ വിരളിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്. അതിൽ റസൂലിൽ ആദ്യം വിശ്വസിച്ചത് ആരായിരുന്നു? ആദ്യം വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ആളുകൾ ആരായിരുന്നു? ഒന്നാമത്തത് ഖദീജ റളിയല്ലാഹു അൻഹ. സ്ത്രീകളിൽ ഒന്നാമതായി ആരായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നീട് കുട്ടികളിൽ ആരായിരുന്നു? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എന്താണ്, 10 വയസ്സ് മാത്രമായിരുന്നു അവിടത്തേക്ക് പ്രായം. പിന്നീട് ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു പുത്രനാണ്. അതുമാത്രമല്ല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ സഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ, ഇവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ പെട്ടതാണ്. ആരൊക്കെയാണ് റസൂലിന്റെ പെൺമക്കൾ? സൈനബ്, ഉമ്മു കുൽസൂം, റുഖയ്യ, ഖിതാഅത്തു കബ്ദി എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, പിന്നീട് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഫضലുള്ള, ഏറ്റവും സ്ഥാനമുള്ള ആരാണ്? അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച മഹത്തരമായ അല്ലെങ്കിൽ മഹത്തായ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സഹാബിയാണ് ആര്? അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഞാൻ ആരുടെ അടുക്കലൊക്കെ എനിക്ക് അള്ളാഹു ഇറക്കിയ കാര്യവുമായി ചെന്നിട്ടുണ്ടോ അവരെല്ലാവരും ഒന്ന് ചെറുതായി പിന്തി നിന്നിരുന്നു. അഥവാ അദ്ദേഹം പറയുന്നത് ശരിയാണോ, ശരിയല്ലേ എന്ന രൂപത്തിൽ ഒരു സംശയം കാണിച്ചിരുന്നു. ആരൊഴികെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ. എന്നാരാണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറഞ്ഞപ്പോൾ സദഖ്ത എന്നാണ് ആര് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വഫാത്തിന്റെ നേരത്തെ മിമ്പറിൽ കയറിയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ അബൂബക്കറിനെ എന്ത് ചെയ്യാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും എന്നെ കള്ളനാക്കിയ സമയത്തും എന്നിൽ വിശ്വസിച്ച ആളായിരുന്നു ആര്? അബൂബക്കർ. എനിക്ക് സമ്പത്ത് കൊണ്ടും ശാരീരികമായും ഏറ്റവും നല്ല രൂപത്തിൽ എന്നെ സഹായിച്ചത് ആരായിരുന്നു? അബൂബക്കർ ആയിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മാത്രമല്ല ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരുന്നത്? പെരുമാറിയിരുന്നത്. ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇണക്കുകയും ചെയ്യുന്നയാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല കള്ളുകുടിയില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ മോശമായ കാര്യങ്ങളുണ്ടോ അതൊന്നും ആർക്കുണ്ടായിരുന്നില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ ആരെങ്കിലും ഉറ്റ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ആരെ സ്വീകരിച്ചേനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചേനെ എന്ന് പറഞ്ഞത്. പക്ഷെ റസൂൽ പറഞ്ഞു, എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്നായി കച്ചവടം ചെയ്യാൻ അറിയുന്ന ആളായിരുന്നു, നല്ല രൂപത്തിൽ സംസാരിക്കുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കാനും അവിടുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ആ സന്ദർഭം മുതലെടുത്തു.
അങ്ങനെ സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖന്മാരായ ഏതൊക്കെ സഹാബിമാരുണ്ടോ അവരൊക്കെ ആര് മുഖേനയാണ് വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് ഓരോ ആളുകളായി എന്ത് ചെയ്യാം, പറയാം. ഒന്നാമതായിട്ട് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരുടെ ദഅവത്ത് കാരണത്താലാണ്? അല്ലാഹുവിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ്. അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഹാബിമാരിൽ ഏറ്റവും ധനികനായിരുന്നു. ഇവർക്കൊക്കെയുള്ള ശ്രേഷ്ഠത എന്താണ്? അതുപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ പ്രത്യേകത ഈ പറഞ്ഞ ആളുകളുടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന 10 സഹാബിമാർ. ആർക്കാണ് 10 സഹാബിമാരുടെ പേര് പറയാൻ സാധിക്കുക? ആർക്കാണ് അറിയുന്നത് 10 ആളുകളുടെ പേര്? ആരൊക്കെയാ അറിയോ? പറയുന്ന ആൾക്ക് സമ്മാനം ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആരൊക്കെയാണ്? 4 ആളുകളെ ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിൽ. ആരൊക്കെയാണ്? ഖുലഫാ റാഷിദീങ്ങൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. പിന്നീട് ആരാണ് ബാക്കി 6 ആളുകൾ? അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, സഅദ് ഇബ്നു അബി വഖാസ്, ആരാണ്? സഈദ് ഇബ്നു സഅദ്. പിന്നീട് ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ആരാണ്? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹായിയ പഠിച്ച ആളുകൾ ഉണ്ടാവും. അതിലെ വരികൾ പഠിച്ച എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സഈദും വസഅദും വബ്നു ഔഫിൻ വതൽഹ വആമിറു ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു എന്ന വരികൾ പഠിച്ചാൽ മതി. സഈദ് ആരാണ്? സഈദ് ഇബ്നു അബി വഖാസ്, സഅദ് ഇബ്നു സെയ്ദ്. പിന്നെ ആരാണ്? വബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. പിന്നെ ആരാണ്? സുബൈർ ഇബ്നുൽ അവ്വാം, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. പിന്നെ ആരാണ്? സഈദും വസഅദും വബ്നു ഔഫ് വതൽഹ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല എന്ന ഈ സഹാബിമാർ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ സഹോദരങ്ങളെ വ്യക്തമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എൻ്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അഥവാ സഹാബികളല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉഹദ് മലയോളം ചിലവഴിച്ചാലും സഹാബിമാർ ചിലവഴിക്കുന്ന ഒരു മുദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 2 കൈ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ മുഅ്തദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ഒരാൾ ചെലവാക്കുന്നത് അതിനോളം വരികയില്ല സഹാബി അല്ലാത്ത ഒരാൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഷിയാക്കളുടെ പിഴവ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അവർ ഇബാദത്തായി കാണുന്ന കാര്യമാണ് എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ മറ്റ് സഹാബിമാരെയും ചീത്ത പറയുക എന്നുള്ളത്. ഇവർക്ക് ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ആളുകളുടെ ജഹാലത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവായിരുന്നു ഇറാൻ ഈ സമയത്ത് യുദ്ധം നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നാസു അദാഉ മാ ജഹിലു, ജനങ്ങൾ അവർക്ക് അറിവില്ലാത്തതിന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നാളെ ഉത്തരം പറയുമെന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും ഇറാൻ അഹ്ലുസുന്നയെ സഹായിക്കുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അവർ ഏത് ചിന്തിക്കുന്നത് പോലെയാണ്? നമ്മുടെ നാട്ടിലെ സംഘികൾ അവർ മുസ്ലിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? അഹ്ലുസുന്നയുടെ ഓരോ ആളുകളുടെ രക്തം ചീന്തുക എന്നുള്ളത് ഇബാദത്തായി കാണുന്നവരാണ് ആര്? ഷിയാക്കൾ. ഇത് നമ്മൾ പറയുന്നതല്ല, അവരുടെ കിതാബുകൾ തന്നെ എഴുതി വെച്ച കാര്യമാണ്. അഹ്ലുസുന്നയിലെ സ്ത്രീകളെ വ്യഭിചരിക്കുക എന്നുള്ളത് ഇബാദത്തായി കാണുന്ന ആളുകളാണ് ഷിയാക്കൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത വിളിക്കൽ ഇബാദത്തായി കാണുന്ന ആളുകളാണ് ഷിയാക്കൾ. ഇവരിൽ നിന്ന് എന്ത് വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആളുകളുടെ ജഹാലത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ. അന്ന് സത്യം പറയുന്ന ആളുകളെയൊക്കെ എന്താണ് പറയുന്നത്? ജൂതന്മാരുടെ ഏജന്റാണ് എന്ന്. ആരാണ് പറഞ്ഞത്? സഹോദരങ്ങളെ, ഷിയാക്കളെ പിന്തുണച്ചില്ല എങ്കിൽ നമ്മൾ ജൂതന്മാരെ അംഗീകരിക്കുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളും ജൂതന്മാരും ഒരുപോലെയാണ്.
അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം. ഇത് പറയുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമല്ലേ, ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദ ഫതൂബ ലിൽ ഗുറബാ. ഇസ്ലാം കടന്നു വന്നത് അപരിചിതാവസ്ഥയിലാണ്. അതേ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങും. അന്ന് അപരിചിതർക്ക് മംഗളം. അന്ന് ഹക്ക് പറയുന്ന ആളുകളെ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടും എന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ അല്ലേ. റുവൈബിദകൾ സംസാരിക്കും അല്ലേ. ചില ചാനലുകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരാണ്? ദീനുമായി യാതൊരു അടിസ്ഥാനമില്ലാത്ത ഏതൊക്കെയോ പത്രപ്രവർത്തകന്മാർ വട്ടത്തിൽ ഇരുന്നുകൊണ്ട് രാത്രി ചർച്ചയാണ്. എന്നിട്ട് ഇത് കാണാൻ കുറേ ആളുകളും. എന്നിട്ട് ഇതിൽ നിന്നാണ് എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ചില ജാഹിലിയങ്ങൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്കാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. റുവൈബിദകളുടെ സംസാരം കേട്ടുകൊണ്ട് ആളുകളെ വിലയിരുത്തുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ് സഹോദരങ്ങളെ. ഇത് പറഞ്ഞു വന്നത്, ഷിയാക്കളെ പറ്റി അവരുടെ ചരിത്രം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് വലിയ PhD എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്നുള്ളത്. അവരുടെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത ഇബാദത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരുടെ മക്കയായിട്ട് അവർ കാണുന്നത് കർബലയും അതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ അവർ സഹായിക്കുമെന്ന് ഒരാൾക്ക് തെറ്റിദ്ധാരണയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ആരൊക്കെയാണ്? അബൂ ഉബൈദ, അൽ അർക്കം ഇബ്നു അബി അർക്കം, അതുപോലെയുള്ള സഹാബിമാർ. എന്താണ് അർക്കം? അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി കൂടാറുള്ളത്. അവിടെ രഹസ്യമായി കൂടിയിട്ട് റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന് യാതൊന്നിനും പങ്കു ചേർക്കാൻ പാടില്ല, അവനെ മാത്രം ആരാധിക്കുക. നമ്മുടെ നാട്ടിലുള്ള ചില സംഘടനക്കാർ പറയുന്ന കാര്യം എന്താണ്? രഹസ്യ മീറ്റിംഗ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകൾ, അവർ ഇതുപോലെ ഇങ്ങനെ രഹസ്യ മീറ്റിങ്ങുകൾ കൂടും. എന്നിട്ട് ബദറിന്റെയും ഉഹദിന്റെ ഒക്കെ ചരിത്രം പറയും. എന്തിനു വേണ്ടിയാണ്? ആളുകളെ കൊല്ലാൻ വേണ്ടി. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരുന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, ഇബാദത്തിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന സഹാബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.